എന്താണ് വേപ്പർ പ്രഷർ? വേപ്പർ പ്രഷർ എന്താണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ക്ലോസ് കണ്ടെയ്നർ അസ്യൂം ചെയ്യാം. ഈ ക്ലോസ് കണ്ടെയ്നറിനകത്ത് വി ക്യാൻ അസ്യൂം സം ലിക്വിഡ്, പാർഷ്യലി ഫില്ല് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു ലിക്വിഡ് ഉണ്ടെന്ന് അസ്യൂം ചെയ്യാം. ഈ ലിക്വിഡിൽ രണ്ട് തരത്തിലുള്ള മോളിക്യൂൾസ് ഉണ്ടാകും. ഒന്ന് സർഫസിലുള്ള മോളിക്യൂൾസ് ആണ്, രണ്ടാമത്തത് ബൾക്കിലുള്ള മോളിക്യൂൾസ് ആണ്. ഈ സർഫസിലുള്ള മോളിക്യൂൾസും ബൾക്കിലുള്ള മോളിക്യൂൾസും തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. എന്താണ് ഡിഫറൻസ്? സർഫസിലുള്ള മോളിക്യൂൾസിൽ ഹീറ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സറൗണ്ടിങ്ങിൽ നിന്ന് ഹീറ്റ് അതിന് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് എളുപ്പത്തിൽ എന്താകാൻ പറ്റും? എസ്കേപ്പ് ചെയ്ത് പുറത്തേക്ക് പോകാൻ പറ്റും. ഏത് ഫോമിൽ? വേപ്പർ ഫോമിൽ. അതിന് നമ്മൾ പറയുന്ന പേരാണ് ഇവാപ്പറേഷൻ, അല്ലേ? ഇനി നോക്കുക, അങ്ങനെ ഇവാപ്പറേഷൻ നടക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? കുറേ മോളിക്യൂൾസ് ഇങ്ങനെ ലിക്വിഡ് സർഫസിൽ, അതായത് എബവ് ദ ലിക്വിഡ് സർഫസിൽ ഇങ്ങനെ വരും, അല്ലേ? ഇപ്പോൾ കുറേ മോളിക്യൂൾസ് എന്തായി? വേപ്പർ ഫേസിൽ വന്നിട്ടുണ്ട്, റൈറ്റ്? ഇനി ഈ മോളിക്യൂൾസ് ഒക്കെ അവർ ചുമ്മാ നിൽക്കുകയാണോ? അല്ല, അവർ പരസ്പരം കൊളൈഡ് ചെയ്യും, അവർ പോയിട്ട് വാൾസ് ഓഫ് ദ കണ്ടെയ്നറിൽ ഹിറ്റ് ചെയ്യും. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവരെ കൈനറ്റിക് എനർജി കുറഞ്ഞു വരും. അങ്ങനെ കുറഞ്ഞു വരുമ്പോൾ അവർക്ക് അങ്ങനെ വേപ്പർ ഫേസിൽ നിൽക്കാൻ പറ്റുമോ? കാരണം വേപ്പർ ഫേസിൽ നിൽക്കണമെങ്കിൽ അവർക്കൊരു മിനിമം കൈനറ്റിക് എനർജി വേണം. അപ്പോൾ ആ കൈനറ്റിക് എനർജി കുറഞ്ഞു വരുമ്പോൾ അവർ വീണ്ടും പഴയ പോലെ ലിക്വിഡായി മാറും. വി കോൾ ഇറ്റ് ആസ് കണ്ടൻസേഷൻ പ്രോസസ്, റൈറ്റ്? കണ്ടൻസേഷൻ. ഓക്കെ, ഇപ്പോൾ നോക്കി, ഇവിടെ കുറേ മോളിക്യൂൾസ് ഓൾറെഡി ഇവിടെ ഉണ്ട്. ഇവാപ്പറേഷൻ നടക്കുന്നു, കണ്ടൻസേഷൻ നടക്കുന്നു, റൈറ്റ്? കുറച്ച് കഴിഞ്ഞാൽ ദർ വിൽ ബി എ സ്റ്റേജ് കോൾഡ് ഇക്വിലിബ്രിയം. ഈ ഇക്വിലിബ്രിയത്തിൽ എത്തുന്ന സമയത്ത് റേറ്റ് ഓഫ് ഇവാപ്പറേഷനും റേറ്റ് ഓഫ് കണ്ടൻസേഷനും എന്തായി മാറും? ദേ ബിക്കം സെയിം. മനസ്സിലായോ? അങ്ങനെ ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ എത്തുന്ന സമയത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇവിടെയുള്ള വേപ്പർ ഫേസിലുള്ള ഈ മോളിക്യൂൾസിൻ്റെ എണ്ണം പിന്നെ ഒരിക്കലും മാറത്തില്ല. കാരണം 100 മോളിക്യൂൾസ് വേപ്പർ ഫേസിലുണ്ടെന്ന് വിചാരിക്കാം. ഒരു സെക്കൻഡിൽ 10 മോളിക്യൂൾസ് എന്താവുന്നു? ഇവാപ്പറേറ്റ് ചെയ്യുന്നു അസ്യൂം ചെയ്യുക. അപ്പോൾ വേപ്പർ ഫേസിലെ മോളിക്യൂൾസ് 10 എണ്ണം കൂടിയിട്ടുണ്ട്, അല്ലേ? അതേ ഒരു സെക്കൻഡിൽ എന്ത് സംഭവിക്കും? 10 മോളിക്യൂൾസ് തിരിച്ച് കണ്ടൻസ് ചെയ്തിട്ട് ലിക്വിഡായി മാറും. അപ്പോൾ എന്ത് സംഭവിച്ചു നോക്ക്, 100 + 10 - 10. സോ വാട്ട് ഈസ് ദാറ്റ്? ഇപ്പോഴും വേപ്പർ ഫേസിലുള്ള മോളിക്യൂൾസിൻ്റെ എണ്ണം 100 തന്നെയാണ്. സോ ഇക്വിലിബ്രിയം അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേപ്പർ ഫേസിലുള്ള, അതായത് ഈ മോളിക്യൂൾസിൻ്റെ എണ്ണം പിന്നെ മാറത്തേയില്ല. ഈ മോളിക്യൂൾസ് പരസ്പരം കൊളൈഡ് ചെയ്യും, വാൾസ് ഓഫ് ദ കണ്ടെയ്നറിൽ പോയി കൊളൈഡ് ചെയ്യും. അതുകൂടാതെ അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ലിക്വിഡ് സർഫസിനും വന്ന് ഹിറ്റ് ചെയ്യും. അങ്ങനെ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ദേ ആർ എക്സേർട്ടിങ് എ പ്രഷർ ഓൺ ദ ലിക്വിഡ് സർഫസ്. മനസ്സിലായോ? ഇക്വിലിബ്രിയത്തിലുള്ള മോളിക്യൂൾസ് ലിക്വിഡ് സർഫസിൽ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ ദേ ആർ എക്സേർട്ടിങ് എ പ്രഷർ. ആ പ്രഷറിന് പറയുന്ന പേരാണ് വേപ്പർ പ്രഷർ. ഞാൻ ക്ലിയർ ആയിട്ട് പറയാം. അതായത് ഇക്വിലിബ്രിയത്തിലുള്ള സമയത്ത് വേപ്പർ മോളിക്യൂൾസ് ലിക്വിഡ് സർഫസിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിന് പറയുന്ന പേരാണ് വേപ്പർ പ്രഷർ. എല്ലാവർക്കും മനസ്സിലായോ?